ഹായ് ഫ്രണ്ട്സ്, സാൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സെന്തിൽ. ഇന്നത്തെ നമ്മുടെ വിഷയം നവംബർ മാസത്തിൽ സിമ്പിളായിട്ട് കൃഷി ചെയ്ത് നമുക്ക് വിളവ് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന പച്ചക്കറി ഇനങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ സാൻട്രം വ്ലോഗ് എന്ന കൃഷി ചാനൽ ജൈവ കൃഷി, വിഷരഹിത പച്ചക്കറികൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടമ്മമാർക്ക് ഒരു പ്രചോദനം എന്ന രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം മെയിനായിട്ട് ഇപ്പം കാലാവസ്ഥ മാറി മാറി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പണ്ടുണ്ടായിരുന്ന കൃഷി കലണ്ടറിനെ ആശ്രയിച്ച് നമുക്ക് കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ പന്നിശല്യം, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കൃഷിയിൽ മുന്നിട്ട് ഇറങ്ങിയവർ തന്നെ മടിച്ച് പിറകോട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ഒരു കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾ കടയിൽ ചെന്നിട്ട് 100 രൂപയോ 150 രൂപയോ കൊടുത്ത് ഒരു കിറ്റ് വാങ്ങിക്കുവാണെങ്കിൽ ഒരു പച്ചക്കറി കിറ്റിൽ ഇഷ്ടം പോലെ പച്ചക്കറി നമുക്ക് കിട്ടും. എന്നാൽ ആ കിട്ടുന്ന സാധനമെല്ലാം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് രോഗം വരുന്നതിന് കാരണമാവുന്നുള്ള കീടനാശിനികളാണ് അതിലെല്ലാം തളിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ടേസ്റ്റോട് കൂടിയ ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൃഷി ചെയ്താൽ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. നമ്മുടെ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ എല്ലാ വീടുകളിലും 2ഓ 3ഓ ഒക്കെ ഓമ ഉണ്ടായിരിക്കും. ഓമ അല്ലെങ്കിൽ പപ്പായ, കപ്ലക്ക, അങ്ങനെ പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മളുടെ ഇവിടെ സ്ഥിരമായിട്ടൊരു 1ഓ 2ഓ പല സ്ഥലങ്ങളായിട്ട് ഓമ കാണും. കാരണം നമുക്കിപ്പോൾ തോരൻ വെക്കാനോ കറി വെക്കാനോ എന്തെങ്കിലും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓമയ്ക്ക കുത്തിയിട്ട് പോയി തോരൻ വെക്കും. അതുപോലെ തന്നെ വാഴ നമുക്ക് വാഴക്കൂമ്പ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒടിച്ചെടുക്കാനായിട്ടുള്ളതുണ്ടായിരിക്കും. ഇൻ കേസ് നമ്മൾ വാഴക്കൊല വെട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ പിണ്ടി എടുത്ത് പയറും കൂടെ കൂട്ടി തോരൻ വെക്കും. ഇതൊക്കെ ഞങ്ങൾ ശീലിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ദേ കണ്ടോ, നമ്മളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന 365 ദിവസവും കായ്കൾ തരുന്ന ഉണ്ടപ്പാവൽ, എല്ലെന്നുണ്ടെങ്കിൽ ഔഷധപ്പാവൽ എന്നൊക്കെ പറയുന്നു. ഇത് കണ്ടോ, ഇതിനകത്ത് എപ്പോഴും കാ കാണും. ഈ ഒരു വലുപ്പമൊക്കെ ഇതിന് കായ്ക്ക് വരത്തുള്ളൂ. പക്ഷെങ്കിൽ ഇതിലൊരു 2ഓ 3ഓ എണ്ണം എടുത്ത് നമ്മൾ സവാളയൊക്കെ കൂടെ കൊത്തിയരിഞ്ഞ് തോരൻ വെക്കും. ഞങ്ങളുടെ ഒരു പ്രത്യേക വിഭവങ്ങളിലൊന്നാണ്. നമ്മുടെ വീട്ടിൽ നിർബന്ധമായും ഒരു ദിവസം ഒരു 5-6 പച്ചമുളകെങ്കിലും നമ്മൾ ഉപയോഗിക്കും. കണ്ടോ, ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സിമ്പിളായിട്ട് കൃഷി ചെയ്താൽ. കാരണം ഓൾറെഡി നമ്മൾ നടാൻ താമസിച്ച് അവിടെ ഇരുന്ന് മുരടിച്ചു പോയൊരു ചെടിയെ എടുത്ത് നമ്മൾ നട്ടതിന് ശേഷം കായ്ഫലം വന്നതാണിത്. നമുക്ക് വേറെ അപ്പുറത്ത് ഇഷ്ടം പോലെ പച്ചമുളകിൻ്റെ തോട്ടം പോലെ തന്നെ നമ്മൾ ആക്കിയിട്ടുണ്ട്. നിറച്ച് പച്ചമുളക് നമുക്ക് കിട്ടുന്നുമുണ്ട്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് വിത്ത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരുപാട് പേര് നമ്മളോട് വീഡിയോയിൽ കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട്, വിത്ത് എവിടെ നിന്ന് കിട്ടുന്നു, വിത്ത് തരാമോ, പാഴ്സൽ അയച്ചു തരാമോ എന്നൊക്കെ. നേരത്തെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ വിത്ത് സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. നിങ്ങൾക്ക് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി കാറ്റലോഗ് സന്ദർശിക്കുമ്പം നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, പച്ചമുളകിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് നിറച്ച് കായ്കൾ നിൽക്കുന്നത് കണ്ടോ. ഇതെല്ലാം നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു 5-10 ചെടിച്ചട്ടിയിൽ ഇതുപോലെ പച്ചമുളക് വെച്ചു നിറച്ച് കായ്ഫലം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ പുളിപ്പ് കളഞ്ഞ മണ്ണിലാണ് നമ്മളിത് നട്ടിട്ടുള്ളത്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അടിവളമായി കൊടുത്തിട്ട് നമ്മൾ ഇത് കൃഷി ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്കുള്ള മഴ കാരണം പിന്നെ നമ്മുടെ മണ്ണിൻ്റെ pH കൺട്രോൾ ആവത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു 2ഓ 3ഓ ആഴ്ച കൂടിയിരിക്കുമ്പോഴത്തേന് അല്പം ഡോളോമേറ്റോ എല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കക്കാപ്പൊടി ആണെങ്കിൽ ഒരു 3-4 മാസം കൂടുമ്പോഴൊക്കെ കൊടുത്താൽ മതി. ആദ്യം ഒരു പ്രാവശ്യം കൊടുത്താൽ അത് ഉടനീളം ഈ വിളവ് കഴിയുന്നിടം വരെ നിൽക്കും. അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് pH കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് വളം കൊടുത്തെന്ന് പറഞ്ഞാലും അത് ചെടിക്ക് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ലഭിക്കത്തില്ല. പിന്നെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് വീട്ടിൽ കറി വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചീര. സാധാരണ വെയിൽ സമയത്ത് മാത്രമാണ് ചീര നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം ഈ മഴ ആയതുകൊണ്ട് തന്നെ നല്ല മഴയായി, എന്നാലും നമുക്ക് നല്ല രീതിയിൽ ചീര കിട്ടുന്നുണ്ട് കണ്ടോ. അപ്പം ഏത് സമയത്തും നീർവാർച്ചയുള്ള മണ്ണിൽ ചീര നമുക്ക് നടാനായിട്ട് പറ്റും. ചീരയൊക്കെ അടുത്തതായിട്ട് നമ്മൾ ഓരോരോ തൈകളായിട്ട് വെച്ചിട്ടുമുണ്ട്. ഇനി അതെല്ലാം വളർന്നു വരണം. അപ്പോൾ ഈ സമയത്ത് നടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചീര. പിന്നെ ഏത് സമയത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വെണ്ട. എന്നാൽ മഴക്കാലത്ത് നല്ല രീതിയിൽ വിളവ് തരുന്നതും വെണ്ടയിൽ നിന്ന് തന്നെയാണ്. ഏത് തരം വെണ്ടയാണെങ്കിലും നമുക്ക് നടാം. ബ്ലോക്ക് വെണ്ടയോ നാടൻ വെണ്ടയോ പിന്നെ അതുപോലെ ആനക്കൊമ്പൻ വെണ്ടയോ, അങ്ങനെ ഏത് ടൈപ്പ് വെണ്ടയാണെങ്കിലും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാവുന്നതാണ്.
പലതരത്തിലുള്ള വഴുതനയും നമുക്കുണ്ട്. ഏത് തരം വഴുതനയും ഇപ്പോൾ കൃഷി ചെയ്യാൻ നല്ല ഉത്തമമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം മാലാഖ വഴുതനയുടെ വിത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കാറ്റലോഗിൽ കയറി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇതേ കണ്ടോ നിത്യവഴുതനങ്ങ. ഇതും നമുക്ക് ഈ സമയത്താണ് കൂടുതലായിട്ടും നിത്യവഴുതനങ്ങ ഉണ്ടാകുന്നതും അതും എന്നും നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതുമാണ് നിത്യവഴുതനങ്ങ. ഇത് മെഴുക്കുവരട്ടി വെക്കാനും തോരൻ വെക്കാനും ഒക്കെ നല്ലതാണ്. ഇതേ കണ്ടോ, ഞാനിതോടെ ജസ്റ്റ് ഒരു കമ്പ് കുത്തി കൊടുത്താണ് ഈ പ്രാവശ്യം ഇവിടെ നിത്യവഴുതനങ്ങ വളർത്തിയിരിക്കുന്നത്. ഒരുപാടങ്ങായാലും നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് കുറച്ചല്ലേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിലാണ് ഇപ്രാവശ്യം ഞാൻ പടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വീടായാൽ നിർബന്ധമായിട്ട് ഒരു നിത്യവഴുതനങ്ങയും വേണം. മലയാളികൾ നിർബന്ധമായും കാന്താരിമുളക് വീട്ടിൽ വളർത്താറുണ്ട്. എന്നാൽ പറമ്പിലൊക്കെ കൂടുതലും നല്ല രീതിയിൽ വളർന്നു വന്നിട്ട് ഒരുപാട് കായകൾ കിട്ടുന്നത്. എന്നാൽ ഫ്ലാറ്റിലുള്ളവർക്കും ടൗണിൽ താമസിക്കുന്നവർക്കും ഒക്കെ ഇതുപോലെ ഗ്രോ ബാഗിലും ഇതുപോലെ വളർത്തിയെടുക്കാം. മഴയുടെ കുറച്ച് ബുദ്ധിമുട്ട് കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വളം വലിച്ചെടുക്കാനുള്ള ആ ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ചെടിയിൽ എല്ലാത്തിനും ചെടിയിലും ഇപ്പോൾ കാണാം. എന്നാലും നമ്മളിപ്പോഴും കൃഷിയിൽ നിന്നൊന്നും മാറി നിൽക്കുന്നില്ല. എന്ത് കിട്ടിയാലും കൊണ്ട് നമ്മൾ നടും, കിട്ടുന്നതാട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത്. സാധാരണ ശീതകാലത്ത് മാത്രമായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തക്കാളി കൃഷി ചെയ്യാറുള്ളത്. എന്നാൽ ഇളക്കമുള്ള മണ്ണിൽ നമ്മൾ അത്യാവശ്യം സ്യൂഡോമോണസ് എല്ലാം അപ്ലൈ ചെയ്ത് നല്ല രീതിയിലൊന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിനുള്ള തക്കാളി ഏത് സമയത്തും നമുക്ക് വിളവെടുക്കാം. സാധാരണ നമ്മൾക്ക് കുരുമുളക് ഒരു സീസൺ അനുസരിച്ച് മാത്രമേ നമുക്ക് വിളവ് ലഭിക്കത്തുള്ളൂ. എന്നാൽ 365 ദിവസവും നമുക്ക് വിളവ് ലഭിക്കുന്നതിന് വേണ്ടി കുറ്റിക്കുരുമുളക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒരു ഭാഗമാക്കാം. ഇപ്പോൾ ഈ സമയത്ത് കുറ്റിക്കുരുമുളകൊക്കെ നടാൻ പറ്റുന്ന സമയമാണ്. അത് എങ്ങനെയാണ് ഒരു പുതിയതായിട്ടൊരു കുറ്റിക്കുരുമുളക് തൈ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതിലൊക്കെ കണ്ട് മനസ്സിലാക്കി അതുപോലെ ചെയ്താൽ നമുക്ക് ഒരു 5-6 ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കുറ്റിക്കുരുമുളക് എന്നും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. നവംബർ മാസത്തിലും അതുപോലെ മഴക്കാലത്തും നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് നമുക്ക് പയർ. അപ്പോൾ കൃഷി ചെയ്യാത്തവർ ഇപ്പോഴേ കൃഷി ചെയ്ത് തുടങ്ങിക്കോളൂ. ഇപ്പം പയർ ഇപ്പം നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വള്ളി ഇനത്തിൽ പെട്ടിട്ടുള്ള ഏത് ഐറ്റം ആണെങ്കിലും ബീൻസ് ആട്ടെ, അമരപ്പയറാട്ടെ, അതുപോലെ പടവലം, കോവല്, പാവല്, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാവുന്നതാണ്. നവംബർ മാസത്തിൽ ശീതകാല പച്ചക്കറികൾ നടുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമായിട്ടാണ് നമ്മൾ നേരത്തെ തൊട്ടുള്ള നമ്മുടെ കൃഷി കലണ്ടറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കാലാവസ്ഥയുടെ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒക്ടോബർ തൊട്ട് തന്നെ ശീതകാല പച്ചക്കറിയായിട്ടുള്ള കാബേജും കോളിഫ്ലവർ, ബ്രൊക്കോളി ഇതെല്ലാം ഞങ്ങൾ നട്ടു. പിന്നെ ശീതകാല പച്ചക്കറികളുടെ കൂട്ടത്തിലുള്ളതാണ് കൊച്ചുള്ളി ആണെങ്കിലും സവോള, ക്യാരറ്റ്, ബീട്രൂട്ട്, കൊത്തമര, അങ്ങനെ ഉള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ സമയത്ത് നടാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടിട്ടുള്ളതിൻ്റെ എല്ലാം തന്നെ ഈ പരുവം വരെ എത്തിയിട്ടുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ നട്ടതിന് ശേഷം ഒരു വളം കൂടെ കൊടുത്തു. വളമെല്ലാം കൊടുത്ത് നമ്മളിങ്ങനെ സെറ്റാക്കി വെക്കുക. എന്നാൽ മിക്കവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര വളം കൊടുത്താലും ഇത് പിടിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് നമ്മളൊരു ഡോളോമേറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പച്ചക്കക്ക പൊടി അടിവളമായിട്ട് കൊടുക്കുന്ന വളങ്ങളുടെ കൂട്ടത്തിലിട്ട് നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. അപ്പം മണ്ണിൻ്റെ pH കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ ഈ മഴയുടെ ഈ കാലാവസ്ഥയിൽ നമുക്ക് എന്ത് കൃഷി ചെയ്താലും നമുക്ക് നന്നാവത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ നവംബർ മാസത്തിലും നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാം. പിന്നെ കൃഷിയാണ് നമുക്ക് എല്ലാം അങ്ങ് നല്ല രീതിയിൽ കിട്ടുമെന്ന് വിചാരിക്കില്ല. ഞങ്ങൾ തന്നെ ആണെങ്കിലും ഇടയ്ക്ക് കാബേജും കോളിഫ്ലവർ ഒക്കെ വെക്കുമ്പോൾ ഇടയ്ക്ക് പുഴുശല്യമൊക്കെ വരും. നഷ്ടങ്ങളും ഉണ്ടാവും, ലാഭങ്ങളും ഉണ്ടാവും. കിട്ടുന്നതാകട്ടെ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.